നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. കുറുമ്പ്രനാടിൻ്റെ പ്രാദേശിക ചരിത്രത്തെ ചേർത്തുവെച്ച് ഡോക്ടർ P. സുരേഷ് എന്ന എഴുത്തുകാരൻ മറതിയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് വിസ്മരിക്കപ്പെട്ടു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. വക്രീകരിക്കുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന അനേകം പ്രാദേശിക ചരിത്രങ്ങൾ ഒരുപക്ഷെ കാലഘട്ടത്തെ പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവയാവാം. വിപണിയുടെ വിൽപ്പന മൂല്യത്തിൻ്റെ വേഗതയിൽ വിസ്മൃതമായി പോകുന്ന ഇത്തരം ചില വർത്തമാന സത്യങ്ങളെ മറയില്ലാതെ അവതരിപ്പിക്കുന്നത് കാലത്തോട് ചെയ്യുന്ന കാവ്യനീതിയാണ്. ചരിത്രത്തിൻ്റെ സഞ്ചാരപഥങ്ങൾ എല്ലാ കാലവും വ്യത്യസ്തമായിരുന്നു. സൂക്ഷ്മ അപഗ്രഥനത്തിലൂടെ മാത്രം കണ്ടെടുക്കാവുന്നവയെ കണ്ടെത്തി വായനക്കാർക്കായി ലളിത ഭാഷയിൽ നൽകുക എന്നതും ഒരു ചരിത്ര ദൗത്യം തന്നെയാണ്. കാലം വിസ്മൃതമാക്കുന്ന ചില സത്യങ്ങളെ കണ്ടെത്തി ജനതയെ ഓർമ്മപ്പെടുത്തുക എന്നതും ഒരു വലിയ ദൗത്യം തന്നെയാണ്. കടന്നുപോയ കാലങ്ങളുടെ വസ്തുതാപരമായ ആഖ്യാനങ്ങളോടൊപ്പം വിസ്മൃതമാവുന്ന ചില സത്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നതും ചരിത്രത്തിൻ്റെ മറ്റൊരു ദൗത്യമാണ്. എന്നാൽ ചരിത്രത്തിൽ എക്കാലവും ഉണ്ടായിട്ടുള്ള ചില മറതികൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തവയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ഈ കൃതിയുടെ പ്രസക്തി ഏറുന്നത്. ഒതുക്കി പറയാനുള്ള കഴിവ് വേണ്ടുവോളമുള്ള ഈ മലബാറുകാരൻ കുറുമ്പനാടിൻ്റെ ഈ കീഴാള സമ്മിശ്ര ചരിത്രത്തെ സാന്ദ്രീകരിച്ച് പറയുന്നതൊക്കെയും കാച്ചിക്കുറുക്കിയ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു നാടിനെ അടയാളപ്പെടുത്തുന്നതിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ ഏതെങ്കിലും തരത്തിൽ തടസ്സമായി മാറുമോ എന്നൊരു സ്വാഭാവിക ചോദ്യം കൃതിയെക്കുറിച്ച് ഉയർന്നേക്കാം. നാടിൻ്റെ ചരിത്രത്തെ സൂക്ഷ്മമായി പറഞ്ഞു വയ്ക്കുന്ന ഈ കൃതി ഇന്ന് അവതരിപ്പിക്കുന്നത് എഴുത്തുകാരനും അധ്യാപകനുമായ ഷാജി പുൽപ്പള്ളിയാണ്. ചീക്കല്ലൂർ ദർശന ലൈബ്രറി പ്രവർത്തകനായ ഷാജി മാഷ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും ഗോത്രജീവിതത്തെയും ആഴത്തിൽ സ്പർശിക്കുന്ന നിരവധി രചനകളുടെ കർത്താവാണ്. മൗനമുണ്ടാകുന്നത് എന്ന കൃതിയിലൂടെ തൻ്റെ വരവറിയിച്ച ഈ വയനാട്ടുകാരൻ്റെ പുതിയ പുസ്തകം ജാതി ചോദിക്കുന്ന കാലം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൃതിയാണ്. ഷാജി മാഷിൻ്റെ സൂക്ഷ്മ അപഗ്രഥനത്തിലൂടെ മറുതിയിലൂടെയുള്ള നമ്മുടെ യാത്ര ആരംഭിക്കാം. ഓർമ്മകളെ തിരസ്കരിക്കാൻ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബോധപൂർവം മറക്കുകയോ മറക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്ന വർത്തമാനകാലത്തിൽ ഓർക്കുക, ഓർമ്മിപ്പിക്കുക എന്ന വാക്കുകൾ അവയുടെ കേവല അർത്ഥങ്ങൾക്കപ്പുറത്തേക്ക് വളർന്ന് ഒരു സമരമാർഗത്തിൻ്റെ പാത കൂടി സ്വീകരിക്കപ്പെടുന്നുണ്ട്. ചരിത്രവും മിത്തും അവയുടെ വ്യക്തമായ അതിർത്തികളെ റദ്ദ് ചെയ്തുകൊണ്ട് ഒന്നിക്കുകയോ പരസ്പരം വെച്ചുമാറ്റപ്പെടുകയോ ചെയ്യുന്ന തരത്തിലേക്ക് അധികാരത്തിൻ്റെ ഉരുക്കുകൈകൾ പിടിമുറുക്കുകയാണ്. ഇത്തരമൊരു നരകകാലത്തിലേക്കാണ് എഴുത്തിൽ വേറിട്ട അന്വേഷണവുമായി മറതി എന്ന നോവലിലൂടെ P. സുരേഷ് കടന്നുവരുന്നത്. കനം വെച്ച മറവികളെ ഓർമ്മകളുടെ തുളച്ചുകയറുന്ന മൂർച്ച കൊണ്ട് വീണ്ടെടുക്കുന്ന നോവലാണ് മറതി. വ്യവസ്ഥാപിതമായി നാം പരിചയിച്ച സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ പ്രാദേശിക വ്യാഖ്യാനത്തെ സൂക്ഷ്മമായി അറിയാനുള്ള ധീരശ്രമം നടത്തുകയാണ് മറതിയിലൂടെ നോവലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാല ചരിത്രം ആട്ടിപ്പുറത്താക്കി തോൽപ്പിച്ചവരെയാണ് ഈ നോവലിലധികവും കാണാൻ കഴിയുക. തെയ്യോൻ എന്ന ദളിത് വ്യക്തിയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പ്രാദേശികമായി സർഗാത്മക വിശകലനം നടത്താനുള്ള എഴുത്തുകാരൻ്റെ നൂതന ശ്രമം നോവൽ സാഹിത്യത്തിൻ്റെ പുതുവഴിയിലേക്കാണ് വെളിച്ചം വീഴ്ത്തുന്നത്. സത്യത്തിൻ്റെ കാണാപ്പാടങ്ങളിലേക്ക് ഉള്ളുപിളർത്തി കടന്നുപോകുന്ന മറതി മറ്റേതൊരു ചരിത്രകൃതിയേക്കാൾ ശക്തവും സത്യസന്ധവുമാണെന്ന് അടിവരയിട്ടു പറയാൻ കഴിയും. ഡോക്ടർ P. സുരേഷ് വിമർശകനും വിവർത്തകനും കവിയും ഒക്കെയായിട്ടാണ് സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് മറതി. ഏതൊരാളുടെയും ആദ്യ കൃതിയെ ഏറെ പ്രതീക്ഷയോടെയാണ് വായനാലോകം വീക്ഷിക്കുക.
അത്തരം പുതുപ്രതീക്ഷയെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് നോവലിസ്റ്റ് മറതിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ കാര്യമായി പറയാത്ത ഒരു ചരിത്രത്തെയും എഴുത്തിൻ്റെ രീതിശാസ്ത്രത്തെയുമാണ് സുരേഷിലെ എഴുത്തുകാരൻ പിൻപറ്റുന്നത്. പരമ്പരാഗതമായി ശീലിച്ചിട്ടുള്ള ഒരു ചരിത്ര പദ്ധതിയെ ഉപയോഗിച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തെ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു പോന്നിട്ടുള്ളത്. പ്രസ്തുത ചരിത്രത്തിൻ്റെ കേന്ദ്രം പ്രധാന വ്യക്തികളെയും സംഭവങ്ങളെയും ആശയങ്ങളെയും ചുറ്റിക്കൊണ്ടായിരുന്നു കറങ്ങിയിരുന്നത്. തന്മൂലം സ്വാതന്ത്ര്യസമരത്തെ പശ്ചാത്തലമായി ചിട്ടപ്പെടുത്തുന്ന ഒട്ടുമിക്ക സാഹിത്യ സൃഷ്ടികളിലും ഇത്തരം മുഖ്യധാരാ രീതിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്ന ചരിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കനമില്ലായ്മയാണ് പി. സുരേഷ് മറതിയിലൂടെ ചോദ്യം ചെയ്യുന്നത്. പാഠപുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ടവർ മാത്രമാണോ സ്വാതന്ത്ര്യസമരത്തിന് ഊർജ്ജമായവർ എന്ന ആഴമാർന്ന അന്വേഷണത്തിനുള്ള ഉത്തരമാണ് മറതി എന്ന നോവൽ തുറന്നു തരുന്നത്. ചരിത്രമില്ലാത്തവർ എങ്ങനെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്ന ഇരുണ്ട ഇടവഴികളെയാണ് നോവൽ ഉന്നമിക്കുന്നത്. കഥകളും ഉപകഥകളുമായി പടർന്നു കയറുന്ന വലിയ ലോകമാണ് മറതി ഒരുക്കിത്തരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യദിനത്തിന് കണ്ണൂർ സ്കൂളിൽ പതാക ഉയർത്താനും കുട്ടികളോട് സംസാരിക്കാനുമായി സ്വാതന്ത്ര്യസമര സേനാനിയും ദളിതനുമായ തെയ്യോൻ പോകുന്നിടം തൊട്ട് നോവൽ ആരംഭിക്കുന്നു. കരുതലോടെ സൂക്ഷിച്ചു വെച്ച കുറമുട്ടായിയുടെ മണമുള്ള ദേശീയ പതാക ചീമക്കൊന്നയിൽ കെട്ടി ഒറ്റയാൾ ജാതിയായിട്ടാണ് തെയ്യോൻ സ്കൂളിലേക്ക് പോകുന്നത്. പതാക ഉയർത്തിയ ശേഷം കുട്ടികളോടുള്ള സംസാരം പൊടുന്നനെ ഓർമ്മകളുടെ കടുങ്കട്ടഴിക്കലായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തെയ്യോന്റെ കുട്ടിക്കാലം ഉള്ളിച്ചേരിയുടെ സ്വാതന്ത്ര്യ സമരകാലമായി പകർന്നാടുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന തീവ്രമായ രീതിയിലേക്ക് സമരം കുതിച്ചു മുന്നേറുമ്പോൾ ഉള്ളിച്ചേരിയിലെ മാതാന്തോടിനു കുറുകെയുള്ള മരപ്പാലം തകർക്കാൻ നടുവിലക്കണ്ടി ദാമോദരൻ നായരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര പ്രവർത്തകർ തീരുമാനിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി മാതാന്തോട് പാലത്തിനൊപ്പം അംശക്കച്ചേരിയും രജിസ്റ്റർ ഓഫീസും ഒക്കെ കത്തിയമരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ദേശസ്നേഹികൾ ഒന്നിച്ച ഈ കലാപ സംഭവങ്ങളും അതിനെ തുടർന്നുള്ള പോലീസ് അറസ്റ്റും അതിക്രൂര മർദ്ദനവുമാണ് നോവൽ പ്രമേയമായി വികസിപ്പിക്കുന്നത്. പാലം തകർക്കലും വിവിധ ജയിലുകളിലായി നടമാടുന്ന കൊടിയ മർദ്ദനമുറകളുമാണ് നോവലിലെ പ്രധാന ആശയമെങ്കിലും അക്കാലത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രൗര്യം നിറഞ്ഞ ചൂഷണമുഖങ്ങളും പീഡനത്തിൻ്റെ കുരിശേറ്റവും നെഞ്ചുപിളർത്തും വിധമാണ് നോവലിൽ പ്രതിപാദിക്കുന്നത്. 1942 മാതാന്തോട് പാലം തകർക്കൽ മുതൽ 1947 സ്വാതന്ത്ര്യദിനാഘോഷം വരെയുള്ള ഉള്ളിച്ചേരിയുടെ പച്ചയായ ജീവിതാവസ്ഥയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് സർഗാത്മകതയുടെ രൂക്ഷമായ വെളിച്ചം പായിക്കാനുള്ള ശക്തമായ ശ്രമമാണ് നോവലിസ്റ്റ് മറതിയിലൂടെ മറനീക്കി പുറത്തെടുക്കുന്നത്. കേവലം 174 പേജുള്ള ഒരു ചെറു നോവൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിത പാഠങ്ങൾ വളരെ വലുതും മൂർച്ചയുള്ളതുമാണ്. ഒരു മത്സരം വിജയിക്കുന്നവരുടെ പേരുകൊണ്ട് മാത്രം അലങ്കരിക്കപ്പെടേണ്ട ഒന്നല്ല. തോറ്റുപോയവർ കൂടി ചേരുമ്പോഴാണ് മത്സരം പൂർണ്ണമാകുന്നത്. ചരിത്രത്തിൽ എവിടെയും അടയാളപ്പെടുത്താതെ പോയ ഒരുപാട് മനുഷ്യരുടെ ചോരയുടെ വില കൂടി ചേർന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രമെന്ന സമസ്യയാണ് മറതി മറയില്ലാതെ പൂരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് സവർണർ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിൽക്കുകയോ എതിർത്ത് നിൽക്കുകയോ ചെയ്തപ്പോൾ അധികാരത്തിൻ്റെ അംശം പോലും തീണ്ടാത്ത അവർണർ ബ്രിട്ടീഷുകാരോടും സവർണറോടും ഒരേ സമയം സമരത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ മറതി തൊട്ടുപൊള്ളിക്കുന്നുണ്ട്. ദളിത് പീഡനത്തിൻ്റെയും ജാതി വിവേചനത്തിൻ്റെയും അനേകം കുത്തിപ്പിളർക്കലുകൾ നോവലിൽ ചോരയിറ്റിക്കും വിധം തിണർത്ത് കിടക്കുന്നുണ്ട്. അയിത്തം നിലനിൽക്കുന്നതിനാൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള വഴിയിലൂടെ പോകാൻ കഴിയാതെ വളഞ്ഞു ചുറ്റി വിഷഹാരിയുടെ വീട്ടിൽ പോകേണ്ടി വന്നതിനാൽ സമയം കൂടിപ്പോയതുകൊണ്ട് മാത്രം മരിച്ച എരേയിയുടെ കഥ, കേളുക്കുറുപ്പ് പീഡിപ്പിച്ചു കൊല്ലുന്ന പാറായിയുടെ മരണം, ജോലിയിൽ നേരിയ അനാസ്ഥ കാണിച്ചതിൻ്റെ പേരിൽ വേദനയിൽ പിടഞ്ഞു തീർന്ന അരുത്തനാടിയുടെ മരണം, അങ്ങനെ എത്രയെത്ര സംഭവങ്ങളെയാണ് നോവൽ പേടിപ്പെടുത്തും വിധം കൂടെ പ്രഹരമേൽപ്പിക്കുന്നത്. ജാതി ഭീകരത ചടുല നൃത്തം ചവിട്ടുന്ന സംഭവമായിരുന്നു ഗോപാലൻ എന്ന കുട്ടിയുടെ പേരുമാറ്റൽ ചടങ്ങ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അയ്യപ്പൻ മാഷ് ഗോപാലൻ്റെ പേരുമാറ്റുന്നത്. നിന്റെ ജാതിക്ക് ചേർന്ന പേരല്ല ഗോപാലൻ എന്നും ഇനിമേൽ നിന്റെ പേര് തെയ്യോൻ എന്ന് ആയിരിക്കുമെന്നും ഗോപാലിനെ അയ്യപ്പൻ മാഷ് അറിയിക്കുന്നു. പേരിൻ്റെ മരണം നൽകിയ വേദനയുടെ മുറിവായിൽ അടുത്ത ദിവസം ജന്മി മുളകരച്ചു തേക്കുന്നത് ഇനിമേലിൽ പഠിക്കാൻ പോകണ്ടെന്നും പകരം പണിക്ക് വരാൻ കൽപ്പിക്കുന്നതിലൂടെയുമാണ്. കുഞ്ഞു മനസ്സിൻ്റെ സങ്കടങ്ങൾ അക്കാലത്തെ ജാതി വ്യവസ്ഥയുടെ ഹീനതയെ ശക്തിയോടെ സ്പർശിക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കിയ ഗോപാലൻ എന്ന പേരിൽ നിന്നും പ്രതിരോധത്തിൻ്റെ തീക്കാറ്റാവുന്ന തെയ്യോനെ കേന്ദ്ര കഥാപാത്രമയ്ക്ക് നോവൽ സൃഷ്ടിക്കുക എന്നത് ഇക്കാലത്ത് പോലും അക്ഷരം നടത്തുന്ന സമരമാർഗമായി വായിക്കാൻ സാധിക്കും. നോവലിൽ ധാരാളം കനമുള്ള നിരീക്ഷണങ്ങൾ കണ്ടെടുക്കാൻ കഴിയും വിധം തെളിഞ്ഞു കിടപ്പുണ്ട്. ഇരിങ്ങത്തെ നല്ലമ്പ്രക്കുന്നിൽ ജനങ്ങൾ ഗാന്ധിജിയുടെ വരവിനെ പ്രതീക്ഷിച്ച് താഴേക്ക് നോക്കിയിരിക്കുകയാണ്. നോവലിസ്റ്റ് എഴുതുന്നു, പെട്ടെന്ന് മലയുടെ മുകളിലേക്ക് വെള്ള നിറത്തുള്ള ഒരു നദി ഒഴുകി വരുന്നത് പോലെ ഗാന്ധിജിയും കൂട്ടരും ഒഴുകിയെത്തി. എന്തൊരു വേഗമാണ് ആ മനുഷ്യന്. പേജ് 50. ഗാന്ധിജിയുടെ സാന്നിധ്യം സ്വാതന്ത്ര്യസമരത്തെ എങ്ങനെ വ്യത്യസ്തമാക്കിയെന്നും ആശയത്തിൻ്റെ തീഷ്ണത കൊണ്ട് സമരരീതി എങ്ങനെയെല്ലാം വേറിട്ടു നിർത്തിയെന്നും എത്ര ഭംഗിയായിട്ടാണ് നോവലിസ്റ്റ് പറയുന്നത്. സർഗാത്മകതയുടെ സത്യസന്ധമായ കുതിരിയ ഒഴുക്കാണിത്. അതുപോലെ 62ാം പേജിൽ ജയിൽ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ജയിൽ ഭക്ഷണത്തിൽ നിറയെ പുഴു ചത്തുകിടക്കുന്നത് കണ്ട നടുവിലക്കണ്ടി ദാമോദരൻ വൃത്തികെട്ട അനീതിയെ എതിർത്തപ്പോൾ സഹതടവുകാരൻ പറയുന്ന മറുപടിയുണ്ട്. കോൺഗ്രസ്സുകാരനാണ് ഇവിടെ സാധനങ്ങൾ തരുന്നത്, അത് നീ ഓനെ ശരിയാക്ക്, എന്നിട്ട് മതി സായിപ്പിനെ ഓടിക്കാൻ.
വർത്തമാനകാലത്തിലേക്ക് പോലും ഈ വാക്കുകൾ നീണ്ടുവരുന്നുണ്ട്. സ്വന്തം നന്നാവാനാവാതെ അവരെ നന്നാക്കാൻ നടക്കുന്ന രാഷ്ട്രീയ ധാർഷ്ട്യങ്ങളെയാണ് എഴുത്തുകാരൻ കുത്തിമുറിവേൽപ്പിക്കുന്നത്. അതുപോലെ പ്രാദേശിക ചരിത്രാന്വേഷണത്തിനായി എഴുത്തുകാരൻ പ്രാദേശിക ഭാഷയുടെ സൗന്ദര്യത്തെയാണ് ഉപയോഗിക്കുന്നത്. അതും കൃതിയുടെ മികവിനെ ഉന്നതിയിലെത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. കാലിക പ്രസക്തമായ മറ്റൊരു നിരീക്ഷണം കൂടി സൂചിപ്പിക്കാം. മാതാന്തോടിൻ്റെ പാലം തകർക്കുന്ന സമയത്ത് കപ്പ കച്ചവടക്കാരൻ കേളു ചെട്ടിയാർ അതുവഴി വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ട് പ്രവർത്തകർ തകർത്ത പാലം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചാണ് അദ്ദേഹത്തെ കടത്തിവിടുന്നത്. എന്നാൽ ഈ സഹായത്തെ വിസ്മരിച്ച് ബ്രിട്ടീഷുകാരോടും നാട്ടുകാരോടും പാലം തകർത്ത വിവരം ആദ്യം അറിയിക്കുന്നത് കേളു ചെട്ടിയാരായിരുന്നു. നോവലിൻ്റെ അവസാന ഭാഗത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വിവരം തെയ്യോനടക്കമുള്ള സാധാരണ മനുഷ്യരെ ശർക്കര പായസം വിളമ്പിക്കൊണ്ട് ആദ്യം അറിയിച്ചതും കേളു ചെട്ടിയാർ ആയിരുന്നു. നീ അറിഞ്ഞില്ലേ തെയ്യോനെ? ചെട്ടിയാർ ചോദിച്ചു. എന്ത്? തെയ്യോൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, കൊടി പറക്കുന്നത് കണ്ടില്ലേ? ഒറ്റുകാരെ കാലം സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാക്കുന്നതിൻ്റെ വൈരുദ്ധ്യത്തെയാണ് ചിരിയുടെ കടാരപ്രയോഗം കൊണ്ട് എഴുത്തുകാരൻ തുളച്ചു കയറ്റുന്നത്. സമകാലിക ജീവിതത്തിൽ പലരുടെയും ഹൃദയത്തിൽ മാരകമായ പ്രഹരമേൽപ്പിക്കാൻ ഈ ഒരു സംഭവത്തിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. മീത്തൽ കുഞ്ഞിരാമൻ്റെയും ഭാര്യ മാണിക്യത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ കഥയും ഉള്ളുലയ്ക്കുന്ന തീവ്ര അനുഭവമായി മാറുന്നുണ്ട്. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിരാമൻ ജയിലിലാകുമ്പോൾ മാണിക്യം ഗർഭിണിയായിരുന്നു. പ്രസവശേഷം ജയിലിൽ കിടക്കുന്ന ഭർത്താവിനെ കുട്ടിയെ കാണിക്കാൻ വേണ്ടി എത്രയോ ദിവസം കുഞ്ഞുമായി പൊരിവെയിലത്ത് മാണിക്യം ജയിലിൽ വരുന്നുണ്ട്. പക്ഷേ ജയിലധികൃതർ കുട്ടിയെ കാണിക്കാൻ സമ്മതിക്കില്ലെന്നു മാത്രമല്ല, അതിനിഷ്ഠൂരമായി മാണിക്യത്തെ അധിക്ഷേപിക്കുന്നുമുണ്ട്. ഉള്ളുപൊള്ളിക്കുന്ന എത്രയെത്ര നീറ്റനുഭവങ്ങൾ കൊണ്ടാണ് മറതി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നോവലിൻ്റെ വായന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞിരാമൻ, തെയ്യത്തിര, പാറായി, അരുത്തനാടി, എരയി ഇവരുടെയൊക്കെ മരണങ്ങൾ ജീവനോടെ തൊലി ഉരിഞ്ഞെടുക്കുന്ന വേദന കൊണ്ടാണ് എഴുത്തുകാരൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ ആ വിവരം യഥാസമയം അറിഞ്ഞിരുന്നില്ല. തെയ്യോനും തൊളൂരയും അവരുടെ പതിവ് ജോലികളിലായിരുന്നു. നേതാക്കന്മാരും ഒറ്റുകാരും അത് ആഘോഷിച്ചു. നവകാലിയിലായിരുന്ന ഗാന്ധിജിയും ആഘോഷത്തിൽ പങ്കെടുത്തില്ല. എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ കിട്ടിയത് എന്ന തെയ്യോൻ്റെ ചോദ്യം നീണ്ടു ഇപ്പോൾ 2026 വരെ എത്തി നിൽക്കുകയാണ്. ജാതിചിന്തയും മതചിന്തയും മടങ്ങി വന്നു കഴിഞ്ഞു. തുറന്ന് സംസാരിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനുമേൽ കാര്യരുമ്പിൻ്റെ അധികാരക്കരുത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ മതത്തിൻ്റെ അടുക്കളയിൽ രഹസ്യമായും പരസ്യമായും ഭക്ഷണം പാചകം ചെയ്യാൻ മത്സരം തുടങ്ങിയിരിക്കുന്നു. ഭയം സൃഷ്ടിച്ചുകൊണ്ട് മൗനമുണ്ടാക്കുന്ന കാലമായി വർത്തമാനകാലം രൂപം മാറുന്നു. മാനവികതയ്ക്ക് പൊള്ളലേൽക്കുന്ന സമകാലിക ജീവിതാവസ്ഥയിൽ ഓർമ്മ കൊണ്ട് മനുഷ്യത്വത്തെ വീണ്ടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന കൃതിയാണ് മറതി. ഉള്ളിച്ചേരിയെപ്പോലെ ഇന്ത്യയുടെ ഓരോ ഗ്രാമത്തിനും ഇത്തരം പൊള്ളുന്ന കഥകളുടെ ജീവിതത്തിൻ്റെ ചരിത്രകഥകൾ പറയാനുണ്ടാകും. അത്തരമൊരു അന്വേഷണത്തിന് മറതി എന്ന നോവൽ വായനക്കാർ പ്രേരിപ്പിക്കും എന്നതാണ് ഈ കൃതിയുടെ വിജയം. ഓർമ്മകളുടെ ചരിത്ര ജീവിതം എന്ന ഡോക്ടർ പി പ്രകാശിൻ്റെ ഗംഭീര പഠനം കൃതി ആഴത്തിൽ സ്പർശിക്കുന്നുണ്ട്. നോവലിൻ്റെ വായന പൂർണ്ണമാകുന്നതിനു പകരം വായനയുടെ അനേക തുറസ്സുകളെയാണ് ഡോക്ടർ പി പ്രകാശിൻ്റെ ലേഖനം ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ എഴുതപ്പെടാതെ പോയ ാണ് മറതി എന്ന അദ്ദേഹത്തിൻ്റെ ശക്തമായ നിരീക്ഷണത്തെ അന്വർത്ഥമാക്കുന്ന ചിന്തയാണ് ഡോക്ടർ പി സുരേഷിൻ്റെ മറതി വായനക്കാർക്കും സമ്മാനിക്കുന്നത്. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 24 മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയ നടനും ജനപ്രതിനിധിയുമായിരുന്ന ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന കൃതിയെ കമ്മന അക്ഷരജ്യോതി ഗ്രന്ഥശാലയിലെ ആഞ്ചലീന റോസ് അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.